എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൃശ്യം 3 റിലീസാകുന്ന ദിവസം. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ ജന്മദിനം. ലാലേട്ടൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ദൃശ്യം 3 റിലീസായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ദൃശ്യം 3 റിലീസാകുന്നതായിട്ട് ബന്ധപ്പെട്ട് സകല ജോലികളും മാറ്റിവെച്ച് നമ്മുടെ സകല തിരക്കുകളും മാറ്റിവെച്ച് രാവിലെ 8 മണിക്ക് സിനിമ കാണാൻ പോയിരിക്കുകയാണ്. ഞാനും വിവിയും നമ്മുടെ ഒരു ഫ്രണ്ടും വിവിയുടെ ഒരു കസിനും കൂടെയാണ് നമ്മൾ മൂവിക്ക് പോയത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ, വിവിയുടെ വീട്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സിനിമ കണ്ടിട്ട് ഇറങ്ങി കുറച്ച് നേരത്തേക്ക് അങ്ങ് ബ്ലാക്ക് ഔട്ടായിപ്പോയി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം 1 ഉണ്ടല്ലോ, ദൃശ്യം 2 ഉണ്ടല്ലോ, പക്ഷെ ദൃശ്യം 3 ഉണ്ടല്ലോ, എന്തോ എവിടെയോ ചില അപാകതകൾ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ മാത്രം ഒപ്പീനിയനാണ് ഞാൻ ഈ സിനിമയിൽ പറയുന്നത്. ഞാൻ ഒരു മൂവി റിവ്യൂ ചെയ്യുന്ന ആളല്ല. മൂവി റിവ്യൂവിനെ കുറിച്ച് പറയാൻ എനിക്ക് വലുതായിട്ട് അറിയില്ല. സിനിമയുടെ ടെക്നിക്കൽ നോളജ് അറിയില്ല. ഞാൻ പറയുന്ന ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ കാണുമ്പോൾ അവന് തോന്നുന്ന ഒരു ആസ്പെക്റ്റിലാണ് ഞാൻ ഈ മൂവി കണ്ടത്, ഇഷ്ടപ്പെട്ടത്. സോ ഈ മൂവി ഭയങ്കര എക്സ്പെക്റ്റേഷനുള്ള സിനിമയായിരുന്നു. 100 കോടി അടിക്കാൻ ഷുവർ ഷോട്ടായിട്ട് 100 കോടി അടിക്കുമെന്ന് പല ആൾക്കാരും വിശ്വസിക്കുന്ന ഒരു പടമാണ്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് മൂവിയിലേക്ക് പോയി. ഇനി ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. സിനിമ കാണാൻ പോയി. നമ്മളവിടെ ഇരുന്നു. ഫസ്റ്റ് പടത്തിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ കാണിക്കുന്നത് ഇതിന് മുമ്പ് നടന്ന 2 പാർട്ടുകൾ, ദൃശ്യം 1ലും ദൃശ്യം 2ലും നടന്ന കുറച്ച് കാര്യങ്ങൾ ഇൻട്രോ പോലെ കാണിച്ചുകൊണ്ട്. ഒരുപാട് പടങ്ങൾ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും വരുമ്പോഴത്തേനും ഫസ്റ്റ് പാർട്ടിൽ കഥ ഇതുവരെ കാണിക്കുന്നത് പോലെ കാണിച്ചിട്ട് തന്നെയാണ് പടം തുടങ്ങിയത്. അത് നൈസായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ സാധനം ടച്ച് വിട്ടു പോയിരിക്കണേ നമുക്കതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവിടുന്ന് ദൃശ്യം 3ലേക്ക് കയറുമ്പോൾ പടം ടീസറിൽ കണ്ട പോലെ തന്നെ ഫുൾ ഇമോഷൻസ് പടത്തിൻ്റെ മാറിയിരിക്കുകയാണ്. ഇത് ഒരു പക്ക ഫാമിലി മൂവി. ഇത് പക്ക ലാലേട്ടൻ്റെ ഇമോഷൻസും വിഷമങ്ങളും കുടുംബത്തെക്കുറിച്ചുള്ള വേവലാതികളും അങ്ങനത്തെ ഒരു പടം, ഒരു ഇമോഷണൽ ബൗണ്ടഡ് ആയിട്ടൊരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സസ്പെൻസ് ത്രില്ലറായിട്ട് എനിക്കത് ഫീൽ ചെയ്തത്. ആ വിവി അതിലൂടെ തെക്ക് വടക്ക് നടക്കുകയാണ്. അങ്ങനെ പടം കണ്ട് ഓക്കെ, ഇതെനിക്കങ്ങനെ ഭയങ്കര ഒരു ഇമോഷണൽ മൂവി ആയിട്ടാണ് ബേസിക് ആയിട്ട് ഈ ഫിലിമിനെ ഫീൽ ചെയ്തത്. ഇതിനകത്ത് അങ്ങനെ ഭയങ്കര ഒരു വാവ് ഫാക്ടർ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് തുടക്കം മുതൽ തന്നെ ജോർജ് കുട്ടി എന്തൊക്കെയോ ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഫസ്റ്റ് സെക്കൻഡ് കണ്ട പോലെ തന്നെ ജോർജ് കുട്ടിയുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും ആരോ തേടി വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ജോർജ് കുട്ടി ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ ജോർജ് കുട്ടിയുടെ ഒരുപാട് പ്രിപ്പറേഷൻസ് കാണിക്കുന്നുണ്ട്. പക്ഷേ പ്രിപ്പറേഷൻസ് ഒക്കെ എന്തായി എന്ന് എന്നോട് ചോദിക്കരുത്, എനിക്ക് അതിനുള്ള ഉത്തരവില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പറേഷൻസ് നടത്തുന്നു. കുടുംബത്തിൻ്റെ ഇത്രയും നാൾ നമ്മൾ കണ്ടിരുന്ന കൊച്ചി 2 പിള്ളേരാണ്. ആ പിള്ളേർ 2 വളർന്നു. അപ്പോൾ അവരുടേതായ കാര്യങ്ങളിലേക്ക് പോകുന്നു. ഈ ഫസ്റ്റും സെക്കൻഡും കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹൈ സാധനം കിട്ടുന്നുണ്ടായിരുന്നു. ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഞെട്ടുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇതിനകത്ത് അങ്ങനെ ഒരു ഞെട്ടൽ ഇൻ്റർവെൽ ബ്ലോക്കിൽ മാത്രമേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ബാക്കിയെല്ലാം ബാക്കി നോർമൽ പടങ്ങൾ പോലൊരു സാധനം, അല്ലാതെ ദൃശ്യത്തിൻ്റെതായ ഒരു എലമെന്റ് കാണാൻ പറ്റിയിട്ടില്ല. ഇതൊരു മോശം ചിത്രമാണെന്നൊരു അഭിപ്രായം നമുക്ക് ആർക്കും ഇല്ല. ഉണ്ടോ? മോശം ചിത്രമാണെന്നൊരു അഭിപ്രായമില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിനെ സെക്കൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്തോട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. മറ്റേത് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരുന്നു. ഇതങ്ങനൊന്നും അല്ല. ഇത് നോർമൽ ഒരു ട്വിസ്റ്റൊക്കെ ഉള്ളൊരു മൂവി. അങ്ങനെ വലിയ ട്വിസ്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരുന്ന വില്ലന്മാരെയൊക്കെ സൈഡാക്കി മറ്റൊരാൾ വില്ലൻ കഥാപാത്രത്തിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ മറ്റുണ്ടായിരുന്ന ആളുകൾ സൈഡായത് എനിക്ക് നിരാശപ്പെടുത്തി. വന്ന ആൾ കൊള്ളാം, വന്ന ആൾ ജെന്യുവൻ ആയിരുന്നു. പിന്നെ പുതിയ കുറേ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളുടെയൊക്കെ പെർഫോമൻസ് കൊള്ളാം. പിന്നെ നേരത്തെ ജോർജ് കുട്ടി ഈ പടം ശരിക്കും എന്ന് പറഞ്ഞാൽ അടുത്തൊരു പാർട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് സൂപ്പറാണ്. അത് കാണണമെങ്കിൽ നിങ്ങളിത് കാണണം. അങ്ങനെ ചെയ്ത് വെച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ വിവി ഓൾറെഡി റിവ്യൂ അപ്ലോഡ് ചെയ്ത് കാണും. അതിനകത്ത് പറയുന്ന പോലെ തന്നെ ഗീതാ പ്രഭാകർ എന്തിനാ ഈ പടത്തിനകത്ത്, അതിൽ നല്ല വരുണ്ടുകൂടെ അവിടെ പോയി കിടക്കുന്നതായിരുന്നു. അവർക്ക് ഒരു ക്യാരക്ടറും കൊടുത്തിട്ടില്ല. ക്യാരക്ടറിനായിട്ട് അവർക്ക് ഒരു റോളും ഇല്ലെന്ന് പറഞ്ഞാൽ ആകെ 3 തവണ അവരുടെ മുഖം കാണിക്കുന്നുണ്ട്. മുഖം കാണിക്കുമ്പോൾ എല്ലാവരും തെക്കോട്ട് വടക്കോട്ട് നോക്കിയിരിക്കുന്നു. അവരുടെ കഥാപാത്രം ഡിസപ്പോയിന്റ് ചെയ്തു. സിദ്ദിഖ് കൊള്ളാം, സിദ്ദിഖിന്റെ കഥാപാത്രം നൈസായിരുന്നു. പിന്നെ മറ്റേ മുരളി ഗോപി, പുള്ളിയിലും വലിയ ഇമ്പാക്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സെക്കൻഡിനകത്ത് ഹീസ് എ ക്ലാസിക് ക്രിമിനൽ എന്ന് പറഞ്ഞതിനുള്ള മറുപടി ഇതിനകത്ത് പറഞ്ഞു. അതെ, എന്തിനാ ഈ കേസൊക്കെ ഇനി അന്വേഷിച്ചിട്ട് ഇപ്പം എന്തിനാ ഇതിനി നമ്മൾ എന്തിനാ വെറുതെ അന്വേഷിച്ച സമയങ്ങൾ, ആ ഒരു വൈബിലോട്ട് പുള്ളിക്കാരൻ മാറി. പിന്നെ ഇതിനകത്ത് ഇവരെല്ലാം സൈഡായി, ഈ ക്യാരക്ടേഴ്സ് എല്ലാം സൈഡായി.
പുതിയ കുറച്ച് കഥാപാത്രങ്ങൾ, പുതിയെന്നല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് കഥാപാത്രങ്ങളാണ് ഇതാകുന്നത്. പിന്നെ കഴിഞ്ഞതിനത്തൊക്കെ ലാലേട്ടനെതിരെ നിന്ന ആൾക്കാരൊക്കെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരുടെ ഒരു നന്മ മരം. ഇതിൻ്റെ ഒരു പ്ലോട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇത്രയും നാൾ കണ്ടത് സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യാൻ നിൽക്കുന്ന ജോർജ് കുട്ടി. ആ ജോർജ് കുട്ടി കാരണം മറ്റു കുറേ കുടുംബങ്ങൾ അഫക്റ്റ് ആവുന്നു. അപ്പോൾ അത് രണ്ട് നീതി, അതായത് ജോർജ് കുട്ടിയുടെ കുടുംബം മാത്രം നന്നായിട്ടിരിക്കുന്നു, മറ്റവരുടെ കുടുംബങ്ങളെല്ലാം നശിച്ചു പോകുന്നു. അതിനെ ചൊല്ലി പശ്ചാത്തപിക്കുന്ന ഒരു ജോർജ് കുട്ടീനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ മറ്റതിനകത്ത് മൊത്തം ജോർജ് കുട്ടിക്ക് അറിയാം ഇന്നിടത്തുനിന്ന് പണി വരുന്നത്, ഇന്ന ആളെ എന്നെ തേടി വരുന്നതെന്ന്. ഇതിനകത്ത് എവിടെ നിന്ന് എന്ത് പണി വരുമെന്ന് അറിയത്തില്ല. എനിക്കങ്ങനെ വലിയ പണിയായിട്ട് ഫീൽ ചെയ്തില്ല. ഫീൽ ചെയ്തോ? വലിയ സംഭവമൊന്നും ഇല്ല. കൈ അടുപ്പിച്ച 2 സീൻ, ഒന്ന് ഇന്റർവെൽ സീൻ, 2 ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ലാലേട്ടൻ്റെ ഒരു മാസ് പരിപാടിയുണ്ട്. ഏതാ? നമ്മളെ മുണ്ട് മടക്കി കുത്തിയ ലാലേട്ടൻ പോലൊരു സാധനം, പക്ഷെ മുണ്ടൊന്നും മടക്കി കുത്താതെ. ആ 2 സീനുകൾ, ആ 2 സാധനമുള്ളൂ നമുക്കൊന്ന് സെറ്റായൊരു സാധനം. പിന്നെ ക്ലൈമാക്സ് എനിക്ക് ഡിസപ്പോയിന്റിങ് ആയിട്ടാണ് ഫീൽ ചെയ്തേ. കാരണം എൻ്റെ ജോർജ് കുട്ടി അങ്ങനല്ല, എൻ്റെ ജോർജ് കുട്ടി അങ്ങനൊന്നും ചെയ്യൂല. ഇതെന്ത് സംഭവിച്ചെന്നറിയില്ല. നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കേട്ട് വിശ്വസിക്കരുത്, ഫാൻസ് റിവ്യൂവിൽ വിശ്വസിക്കല്. നമ്മൾ ഈ പടം മോശമാണെന്നല്ല പറയുന്നത്, ഒരു ബിലോ ആവറേജ് പടം തന്നെയാണ്. ഇതൊരു ബിലോ ആവറേജ് പടം തന്നെയാണ്. പക്ഷെ ഫസ്റ്റിനെ സെക്കൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ പടത്തിന്റെ ഒരു സോള് എവിടെ പോയിട്ടുള്ളൂ അല്ലേ. ഈ ദൃശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തുവാ, അയ്യോ സർപ്രൈസിങ്, നമ്മൾ ഞെട്ടിക്കുന്ന ഒരു എലമെന്റ് എന്നുള്ള സാധനമാണ്. അത് പക്ക മിസ്സിങ് ആണ്. അത് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തില്ല. 1-2 മറ്റേ ഈ ജസ്റ്റ് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് തരുന്ന പോലെ 1-2 സാധനങ്ങളുണ്ട്. അല്ലാതെ ഭയങ്കര സാധനമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേർക്കും അതേ ഫീലിങ്സ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വിളിച്ചു ചോദിക്കുന്നവരെ അത് തന്നെ പറഞ്ഞു. പക്ഷേ തിയേറ്റർ റെസ്പോൺസ് വരുമ്പോഴത്തേനും ലാലേട്ടൻ കിട്ടു സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഒരു കൊള്ളാവുന്നൊരു പടം, നല്ലൊരു പടം. പക്ഷെ ഭയങ്കര നശിപ്പിച്ച് നാരായണക്കല്ലാക്കി കളഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ ഫസ്റ്റിനെ സെക്കൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തോ ഇവിടെ ഒരു തകരാറ് പോലെ. ഈ ക്ലൈമാക്സ് അങ്ങനെ വേണ്ടായിരുന്നു. അത് ക്ലൈമാക്സ് നമുക്ക് ആദ്യം ഇതോടുവോ നോക്കട്ടെ. ഇത് ദൃശ്യം 2 ഇറങ്ങിയപ്പോഴേ 100 കോടി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഇത് 100 കോടിയൊന്നും അടിക്കുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും കൊള്ളാം. ജിത്തു ജോസഫേ എന്നെ പണി വെച്ചിരിക്കണ്ണ കൊള്ളാം. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വന്നിട്ട് രേഖപ്പെടുത്തു. ഏതെങ്കിലും സ്പോയിലേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം തന്നെ ഓൾറെഡി സ്പോയിലേഴ്സ് ഒക്കെ വന്നു തുടങ്ങും. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ്